ഓക്കെ, നമുക്ക് നോക്കാം. ആൻ adjective that ends in less is the opposite of the same adjective that end in full. അതായത് adjective എന്ന് വെച്ചാൽ അവസാനിക്കുന്ന എപ്പോഴാണ് ലെസ് ദാൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതാണ് അവസാനിക്കുന്നത്. ഈസ് ആ സെയിം adjective ആണ് ദാറ്റ് എൻഡ് വിത്ത് ഫുൾ FUL ലാസ്റ്റ് ഫുള്ള് വരുന്ന രീതിയിലാണ് ഈ adjective അവസാനിക്കുന്നത്. ഓക്കെ, ലെസ് is the opposite of the same adjectiveലാണ് വരുന്നത്, എൻഡ് ഇൻ ഫുള്ളാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. കെയർഫുൾ, ഇനി നമ്മൾ അപ്പുറത്ത് കെയർലെസ് വരും ഫുള്ള് വരുമ്പോൾ. യൂസ്ഫുൾ, യൂസ്ലെസ്. കളർഫുൾ, കളർലെസ്. ഹാംഫുൾ, ഹാംലെസ്. അതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ഫുള്ള് വരും ആദ്യം, പിന്നെ ലാസ്റ്റിൽ വരുമ്പോൾ കെയർലെസ്, യൂസ്ലെസ്, കളർലെസ്, ഹാംലെസ് അങ്ങനെ രീതിയിൽ വരും. ദ ഫുൾ എൻഡിങ് മീൻസ് ഹാവിങ് എ ലോട്ട് ഓഫ് സംതിങ്. ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഉള്ള പോലെ തോന്നും. കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക, യൂസ്ഫുൾ ഉണ്ട് ഈ സാധനം, കളർഫുള്ളായിട്ട് ഇരിക്കണം, ഹാം ചെയ്യരുതെന്ന് പറയത്തില്ല അത്. പിന്നെ നമ്മൾ കെയർലെസ്. പിന്നെ ഈ എക്സാമ്പിൾ പെയിൻഫുൾ, അതായത് പെയിൻഫുൾ, ഹാവിങ് എ ലോട്ട് ഓഫ് പെയിൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പെയിൻഫുൾ, നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ട്, വേദനയുണ്ട്, അപ്പോൾ അത് ഫുള്ളായിട്ട് വരുന്നതാണ്. മറ്റേ കെയർലെസ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കെയർലെസ് ആയിട്ട് ഇരിക്കുക, യൂസ്ലെസ് ഒരു ഉപകാരം ഇല്ലാത്തത്, പിന്നെ കളർലെസ് ഒരു ഗുണമില്ലാത്തത്, ഹാംലെസ് ഒന്ന് നശിപ്പിച്ച് കഴിഞ്ഞാലുള്ള സംഭവം എങ്ങനെ ഇരിക്കുക അതുപോലെ, അതാണ് ഹാംലെസ്. പിന്നെ ദ ലെസ് എൻഡിങ് മീൻസ് വിത്തൗട്ട് ലീഫ്ലെസ്, വിത്തൗട്ട് ലീവ്സ്, സ്ലീവ്ലെസ്, വിത്തൗട്ട് സ്ലീവ്സ്. അതായത് ലീഫ്ലെസ് എന്ന് പറഞ്ഞാൽ ഇലയില്ലാത്തത്. ഇപ്പോൾ ഒരു മരത്തിന് നമ്മൾ ചില സമയത്ത് കാണത്തില്ലേ, ഏതൊരു മരത്തിനുണ്ട് അങ്ങനെ, എന്ന് വെച്ചാൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇലകളൊക്കെ പോയി അതിൻ്റെ ബ്രാഞ്ചസ് മാത്രം കാണത്തുള്ളൂ, അപ്പോൾ ലീഫ് ഇല്ലാത്തത്, വിത്തൗട്ട് ലീഫ്. സ്ലീവ്ലെസ്, നമ്മളിപ്പോൾ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ വിത്തൗട്ട് സ്ലീവായിട്ട് നമ്മൾ ഇടുന്നത്, അപ്പോൾ വിത്തൗട്ട് സ്ലീവ്. അതാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗായ്സ്.